കരുതലും കൈത്താങ്ങും അദാലത്തിന് ഇന്ന് കൊച്ചി താലൂക്കിലും തുടക്കമാകുന്നുണ്ട്. രാവിലെ 10-ന് മട്ടാഞ്ചേരി ടി.ഡി. ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ മന്ത്രിമാരായ പി രാജീവ്, പി പ്രസാദ് എന്നിവരുടെ നേതൃത്വത്തിലാണ് അദാലത്ത്. കൊച്ചി താലൂക്കിലെ അദാലത്തിന്റെ ഉദ്ഘാടനം മന്ത്രി പി രാജീവ് നിർവഹിക്കും. മന്ത്രി പി പ്രസാദാണ് അധ്യക്ഷത വഹിക്കുക. അദാലത്തിൽ നേരത്തെ ലഭിച്ച പരാതികൾക്ക് പുറമെ നേരിട്ടെത്തുന്ന പരാതികൾ സ്വീകരിക്കുന്നതിനുള്ള സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. അർച്ചന വിനോദ് വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിനായി ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം കൊച്ചിയിൽ നിന്നും ചേരുന്നുണ്ട്. അർച്ചന, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് കാവ്യ. ഈ കരുതലും കൈത്താങ്ങും എന്നത് ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ വലിയ തോതിൽ എല്ലാ അർത്ഥത്തിലും ജനങ്ങൾക്ക് കരുതൽ തന്നെയാണ്, വലിയ കൈത്താങ്ങാണ്. പ്രത്യേകിച്ച് സർക്കാർ സംവിധാനം ഒന്നാകെ നേരിട്ട് എത്തിക്കൊണ്ട് ഈ ഓരോ മനുഷ്യരുടെയും പ്രശ്നങ്ങൾ നേരിട്ട് കേട്ടുകൊണ്ട് അതിന് പരിഹാരം കാണുകയാണ്. അതും ഉടനടി പരിഹാരമാണ്. വലിയ പ്രതീക്ഷയാണ് നമ്മുടെ ഓരോ നാട്ടുകാർക്കും ഉള്ളത്. ഇന്ന് കൊച്ചിയിൽ നടക്കാനിരിക്കുന്ന അദാലത്തിന്റെ വിവരങ്ങൾ എങ്ങനെയാണ്? കാവ്യ സൂചിപ്പിച്ചതുപോലെ കൊച്ചിയിലെ ജനങ്ങളും വലിയ പ്രതീക്ഷയിലാണ്. എന്തായാലും പൊതുജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കുന്നതിനായി കരുതലും കൈത്താങ്ങും ഇന്ന് കൊച്ചിയിൽ ആരംഭിക്കുകയാണ്. ജനുവരി 3 വരെയാണ് ഇന്ന് ആരംഭിച്ച് ജനുവരി 3 വരെയാണ് അദാലത്തുകൾ നടക്കുന്നത്. ഇന്ന് പ്രധാനമായും ടി.ഡി. ഹാൾ, അതായത് മട്ടാഞ്ചേരി ടി.ഡി. ഹൈസ്കൂളിലാണ് അദാലത്ത് ആരംഭിക്കുന്നത്. 10 മണിക്ക് മന്ത്രി പി രാജീവിൻ്റെയും പി പ്രസാദിൻ്റെയും നേതൃത്വത്തിലായിരിക്കും ഈ അദാലത്ത് നടക്കുക. മാത്രമല്ല, പൊതുജനങ്ങൾ നേരത്തെ തന്നെ ഓൺലൈനായി പരാതികൾ അയച്ചിട്ടുണ്ട്. അതിന് പുറമെ നേരിട്ട് പരാതി എത്തിക്കാനുള്ള സമർപ്പിക്കാനുള്ള ക്രമീകരണങ്ങളും നടത്തിയിട്ടുണ്ട്. അതിനുള്ള കൗണ്ടറുകളും സജ്ജീകരിച്ചിട്ടുണ്ട്. അങ്ങനെ ജനങ്ങൾക്ക് അവിടെ എത്തി പരാതികൾ സമർപ്പിക്കാം. ഏകദേശം 1357 പരാതികളാണ് ഇതുവരെ ഓൺലൈനായി ലഭിച്ചിരിക്കുന്നത്. അത് വിവിധ തലങ്ങളിലാണ്. അത്തരത്തിൽ സപ്ലൈകോ വഴിയും തദ്ദേശ വകുപ്പുമായി ബന്ധപ്പെട്ട് 408 പരാതികളും, സിവിൽ സപ്ലൈസ് വകുപ്പുമായി ബന്ധപ്പെട്ട് 106 പരാതികളും, അതുപോലെ കണയന്നൂർ താലൂക്കുമായി ബന്ധപ്പെട്ട് 156 പരാതികളും, കുന്നത്തുനാട് താലൂക്കുമായി ബന്ധപ്പെട്ട് 102 പരാതികളുമാണ് നിലവിൽ ലഭിച്ചിരിക്കുന്നത്. ഇതിനു പുറമെ ജനങ്ങൾക്ക് നേരിട്ടെത്തി ഇവിടെ പരാതികൾ സമർപ്പിക്കാം. ജനുവരി 3 മുതൽ, അതായത് 3 മുതൽ വിവിധ താലൂക്കുകളിലായി ഇത്തരത്തിൽ അദാലത്തുകൾ നടക്കും. അവിടെയെല്ലാം തന്നെ ആളുകൾക്ക് നേരിട്ട് പരാതി സമർപ്പിക്കാനുള്ള സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. എന്തായാലും ജനങ്ങൾക്ക് വലിയ രീതിയിൽ കരുതലും അതുപോലെ തണലുമാവുകയാണ് ഇത്തരത്തിലുള്ള അദാലത്തുകൾ. അതുകൊണ്ട് തന്നെ നിരവധി ആളുകൾ ഈ അദാലത്തുകളിലെത്തി പരാതികൾ സമർപ്പിക്കുന്നുണ്ട്. ഇന്നും അത്തരത്തിൽ വലിയൊരു സജ്ജീകരണങ്ങളാണ് മട്ടാഞ്ചേരി ടി.ഡി. ഹാളിൽ ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് നേരിട്ട് വന്ന കൗണ്ടറുകളിൽ, വിവിധ തലങ്ങളിലുള്ള കൗണ്ടറുകളിലെത്തി പരാതികൾ സമർപ്പിക്കാൻ കഴിയും. കാവ്യ. ശരി അർച്ചന, താങ്ക് യു. എന്തായാലും 10 മണിയോടുകൂടിയാണ് കൊച്ചി താലൂക്ക് തല അദാലത്ത് ആരംഭിക്കുക. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓരോരുത്തർക്കും വ്യക്തിപരമായ അവരുടെ പ്രശ്നങ്ങൾ മന്ത്രിമാർ അടങ്ങുന്ന, നമ്മുടെ ഉദ്യോഗസ്ഥർ അടങ്ങുന്ന ഒരു വലിയ ഈ ഭരണസിരാ കേന്ദ്രത്തിൻ്റെ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി വഹിക്കുന്ന ആ ഒരു വിഭാഗത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു അവസരമാണ്. അപ്പോൾ അത് പരമാവധി പ്രയോജനപ്പെടുത്തുക എന്ന് തന്നെയാണ് പറയുന്നത്.